ഇന്ന് ഒരു സംഭവം അരങ്ങേറി. ചുരുളി സിനിമയുടെ മുഖ്യ നടനായിട്ടുള്ള ജോജു ജോസഫും ലിജോ ജോസ് പള്ളിശ്ശേരിയും തമ്മിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു വാക്പോര് മാധ്യമങ്ങളിലൊക്കെ വെളിപ്പെട്ടു. ജോജു ജോർജ് ഇപ്പോൾ തമിഴിലെ 2 പ്രധാനപ്പെട്ട സിനിമകളിലൊക്കെ അഭിനയിച്ചു. അദ്ദേഹത്തിനെ ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ച ഒരു സിനിമയായിരുന്നു ചുരുളി. ചുരുളി ശരിക്കും പറഞ്ഞ ഒരു ഭാവനാത്മകമായിട്ടുള്ള ഒരു കഥയാണ്. അതിൽ ഒരുപാട് തീഷ്ണമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ട്. അതിൽ തെറി വിളിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ഉണ്ട്. ഇത് ഫെസ്റ്റിവലിന് വിടുന്ന ഒരു പടമാണെന്ന് പറഞ്ഞിട്ടാണ് ജോജു ജോർജിനോട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തെറി വിളിക്കാൻ പറഞ്ഞത്. തെറി വിളിക്കാത്ത വേർഷനും ഉണ്ട്. അത് തിയേറ്ററിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. OTT പ്ലാറ്റ്ഫോമിൽ അതാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ OTT പ്ലാറ്റ്ഫോമിൽ തെറി വിളിക്കുന്ന വേർഷൻ ഇട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. തിയേറ്ററിലാണ് തെറി വിളിക്കുന്ന വേർഷൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ തെറി വിളിക്കുന്ന വേർഷൻ കാരണമാണ് ആ സിനിമയുടെ മാർക്കറ്റിംഗ് നടന്നിട്ടുള്ളത്. ആ സിനിമയിൽ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ഈ തെറി വിളിക്കുന്ന ഈ ഒരു സീൻ ഒരുപാട് ഹിറ്റായി മാറി. കാരണം മലയാളം സിനിമയിൽ ഒരിടത്തും ഇത്രമാത്രം തെറി വിളിക്കുന്ന ഒരു സീൻ ഇല്ല. ആ സിനിമയിൽ പലവരും പല രീതിയിൽ തെറി വിളിക്കുന്നുണ്ട്. പൊതുവേ നമ്മുടെ സമൂഹത്തിൽ നമ്മളെല്ലാവരും വിളിക്കുന്ന തെറി തന്നെയാണ്. പക്ഷേ സിനിമ എപ്പോഴും സെൻസർഷിപ്പ് കഴിഞ്ഞിട്ട് വരുന്നതായതുകൊണ്ട് എല്ലാ തരത്തിലുള്ള തെറികളും സിനിമയിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഈ സിനിമ തെറിയാണ് അതിൻ്റെ മാർക്കറ്റിംഗ്. നടൻ ജോജു ജോർജിൻ്റെ മകളൊക്കെ സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ മറ്റ് വിദ്യാർത്ഥികൾ ഈ സിനിമയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ട്രോൾ ചെയ്തത് അദ്ദേഹത്തിന് വലിയ നാണക്കേടുണ്ടാക്കി എന്നാണ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല ശമ്പളം കാര്യമായിട്ട് കൊടുത്തിട്ടുമില്ല എന്ന് പറയുന്നു. അപ്പോൾ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിപ്പാണ്, ഒരു ചതിയാണ്. നമ്മളോട് പറയുന്നതല്ല അണിയറ പ്രവർത്തകർ പിന്നെ ചെയ്യുന്നത്. കാരണം സിനിമ വിറ്റ് പോകാൻ വേണ്ടി ഒരുപാട് നുണ പറയും, പലവരെയും ചതിക്കും, പലവരെയും ചൂഷണം ചെയ്യും. അത് സ്വാഭാവികമാണ്. അതാണിപ്പോൾ ജോജു ജോർജിൻ്റെ വിഷയത്തിൽ വന്നിരിക്കുന്നത്. കാരണം ഒരു സിനിമ ഇതുപോലെ വളരെ മലിനമായിട്ടുള്ള തെറികൾ വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ മക്കളും ഇത് കാണുന്നതല്ലേ, അവരുടെ വീട്ടുകാരും ഇത് കാണുന്നതല്ലേ, കേരളത്തിൽ ഒരുപാട് മാന്യന്മാരും ഇത് കാണുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് വലിയൊരു വിവാദമായി ഇരിക്കുകയാണ്. ആ കൂടെ അങ്ങ് നാറിപ്പൊഴുത്തിരിക്കുകയാണ്.